19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരു മിഷണറി ആയിരുന്നു ജോൺ വില്യം. തൻ്റെ 20-ാം വയസ്സിൽ കർത്താവിനെ അറിയുകയും പസഫിക് സമുദ്രത്തിലെ ഓരോ ദ്വീപുകളിലേക്ക് ചെന്ന് കർത്താവിനെ അറിയാത്തവരുടെ ഇടയിൽ കർത്താവിനെക്കുറിച്ച് സുവിശേഷം അറിയിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തു എന്ന രക്ഷയിലേക്ക് കടന്നു വരികയും ഉണ്ടായി. ആദിവാസികളുടെ രാജാക്കന്മാരൊക്കെ കർത്താവിനെ അറിയുവാൻ ഇടയായി. ഒരിക്കൽ അരോമാങ്ക എന്ന പസഫിക്കിലെ സമുദ്രത്തിലെ ഒരു ദ്വീപിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ അവിടുത്തെ നരഭോജികളായിരുന്ന ആദിവാസികൾ അദ്ദേഹത്തെ അമ്പെറിഞ്ഞു കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ മാംസം അവർ ഭക്ഷിക്കുകയും ചെയ്തു. വളരെ ക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തി അവർ ഭക്ഷിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമൊക്കെ പല വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ, അവിടെ പോയി അധ്വാനിച്ച് തൻ്റെ ഭാവി ഭദ്രമാക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടെ നിന്ന് അനേക മിഷണറിമാർ നമ്മുടെ ഇടയിലേക്കും കർത്താവിനെ അറിയാത്ത രാജ്യത്തിലേക്കും കടന്നു പോകാൻ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചത് അവർക്ക് ബുദ്ധിമോശം സംഭവിച്ചത് കൊണ്ടല്ല. അവർ വലിയൊരു ദർശനം കണ്ടു. ഈ ലോകത്തിലും അപ്പുറം ഒരു നിത്യത അവർ കണ്ടു. തൻ്റെ പ്രാണനേക്കാട്ടിൽ കൂടുതൽ അവർ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ പകൽക്കാലം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ലാഭമെന്ന് തോന്നുന്നതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണി, ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. 2029 ആ വർഷ കാലഘട്ടത്തിൽ ഈ മനുഷ്യനെ കൊന്ന അതേ ട്രൈബ്സ് വംശത്തിൽപ്പെട്ട ആൾക്കാർ എല്ലാം ക്രിസ്തുമതം സ്വീകരിക്കുകയും അവരെല്ലാം ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഇന്ന് ആ ദ്വീപുകളുള്ള ഭൂരിഭാഗം ആൾക്കാരും ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവത്തെ സ്നേഹിച്ച് പരസ്പരം കൊല്ലുന്നവർ, നരഭോജികളായിരുന്നവർ ഇപ്പം തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കാൻ തക്കോണം സ്നേഹമുള്ളവരായി മാറ്റിയത് ഈ മനുഷ്യൻ്റെ ഒരൊറ്റ യാത്രയാണ്. ഈ പകൽക്കാലം നമ്മുടെ ഓരോ ചലനങ്ങളും അത് വൃഥാവായി പോകത്തില്ല. ഇന്ന് നമുക്കതിന് ഫലം കണ്ടില്ലെങ്കിലും നാളെ അതിൻ്റെ മേൽ ഒരു ഫലം നിശ്ചയമായിട്ടും ഉണ്ടാകും. ഈ പകൽക്കാലം നമ്മുടെ സുവിശേഷം അറിയാത്ത ഇടങ്ങളിലേക്ക്, സുവിശേഷം അറിയാത്ത വ്യക്തികളിലേക്ക് അവനെ എത്തിക്കുവാൻ നമുക്കും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ആ വേലയിലേക്ക് നമുക്ക് മുതിർന്നു വരാം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.